ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാഹനം നന്നായിട്ട് ഓടിക്കാമെന്ന് കരുതുന്ന എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഒരുപാട് ആൾക്കാർ വ്യൂ ചെയ്ത ഒരുപാട് വിമർശനങ്ങൾ വാങ്ങിയ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ ഉണ്ടായ ഒരു തെറ്റ് ഒരു കാരണവശാലും നിങ്ങളും ചെയ്യാൻ പാടില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് മുന്നിൽ പോകുന്ന ഒരു വാഹനത്തിൽ നിന്ന് ഡോർ അടയാത്തത് കൊണ്ട് ഒരു കുഞ്ഞ് ഡോറിൻ്റെ വെളിയിലേക്ക് വന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് കണ്ടു നോക്കുക. ഒന്നും കൂടെ റീവൈൻഡ് അടിച്ച് കണ്ടു നോക്കുക. എന്താണ് അവർ ചെയ്തൊരു മിസ്റ്റേക്ക്, ആ ഡ്രൈവർ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിലവിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്, വാഹനം ഓടിക്കുന്ന ഒരാൾ കോ ഡ്രൈവർ സീറ്റിൽ മറ്റൊരു ലേഡി ഇരിക്കുന്നു. ബാക്കിൽ 3 പേരുണ്ട്, 2 കുഞ്ഞുങ്ങളും ലെഫ്റ്റ് സൈഡിലായിട്ട് മറ്റൊരാൾ ഇരിക്കുന്നു. അപ്പോൾ ബാക്കിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു വാഹനം ഒരു ട്രാഫിക്കിൽ നിർത്തിയതിന് ശേഷമാണ് മുന്നോട്ടെടുത്തത്. ഒരു പക്ഷെങ്കിൽ ഡോർ ചിലപ്പോൾ നേരത്തെ അടഞ്ഞതായിരിക്കാം. സൈഡിൽ ആ കുഞ്ഞ് സൈഡിൽ ഡോറിൻ്റെ ഡോർ ഹാൻഡിലിൻ്റെ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും പിടിച്ച് ചിലപ്പോൾ ലോക്ക് ഓപ്പൺ ആയിട്ട് ഡോറ് ചിലപ്പോൾ തുറന്നിരുന്നതായിരിക്കാം. അപ്പോഴായിരിക്കാം മുന്നോട്ട് വാഹനം എടുത്തപ്പോൾ ഡോറ് തുറന്നിട്ട് ആ കുഞ്ഞ് ഡോറിൻ്റെ ഹാൻഡിലിൽ തൂങ്ങി വെളിയിലേക്ക് വന്നതെന്ന് നമുക്കൊരു പക്ഷെങ്കിൽ ചിന്തിക്കാം. പക്ഷെങ്കിൽ ഇതിലൊരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, വലിയൊരു അബദ്ധമുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെയൊക്കെ ഡോറിൻ്റെ സൈഡിൽ ഒരു കാരണവശാലും നമ്മൾ ഇരുത്തുവാൻ പാടില്ല. എപ്പോഴും അവരെ സെൻറ്ററിൽ നമ്മുടെ മറ്റൊരാളുടെ അടുത്ത് എപ്പോഴും ചേർത്തിരുത്തുവാനായിട്ട് ശ്രമിക്കുക. കാരണം അവിടെ ഇവിടെയൊക്കെ കയറി പിടിച്ച് ഡോറിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും. ഇതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ തന്നെയാണ് അതിന് ഉത്തരവാദി. അതിന് മറ്റാരെയും നമുക്കൊരു കാരണവശാലും കുറ്റം പറയുവാനായിട്ട് നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് പ്രായമായവരും കുഞ്ഞുങ്ങളും ഒക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന അവസരങ്ങളിൽ അവർ വാഹനത്തിൽ കയറിയാൽ പ്രോപ്പറായിട്ട് ഡോർ ലോക്ക് ചെയ്യാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതിനെക്കുറിച്ചുള്ള ഡോർ അടയ്ക്കുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ പല ആൾക്കാർക്കും, പ്രായമായവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് തന്നെ ഡോർ ചുമ്മാ അങ്ങ് അടയ്ക്കും. ചേർന്നടഞ്ഞു എന്നുള്ള ചിന്തയിൽ വാഹനം ഓടിക്കുന്നവർ വണ്ടി എടുക്കും. ആ ഒരു സമയത്തായിരിക്കും വാഹനം ഡ്രൈവ് ചെയ്തു പോകുമ്പോഴായിരിക്കും ചെറിയ അടിപ്പ് കേൾക്കുന്നത്. അടിപ്പ് കേൾക്കുമ്പോൾ തന്നെ എന്തോ വണ്ടിക്കകത്തുനിന്നൊരു അടിപ്പ് കേൾക്കുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടായിരിക്കും ഡ്രൈവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഡോർ അടഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഡോർ ചേർത്തടയ്ക്കാനായിട്ട് പറയുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടും അങ്ങനെയുള്ളവർ നമ്മുടെ വണ്ടിയിൽ കയറുമ്പോൾ ഡോറ് അടഞ്ഞോ എന്ന് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് ഡോറ് ലോക്കാക്കിയതിന് ശേഷമേ വണ്ടി എടുക്കാവുള്ളൂ. പിന്നെ ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടും ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ സൈഡിൽ ഇരുത്തുവാൻ പാടില്ല. കൃത്യമായിട്ട് നമ്മളോട് ചേർത്ത് വളരെ സേഫായിട്ട് തന്നെ ഇരുത്തുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം ഡോറിൻ്റെ ഹാൻഡിൽ ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡോറിലേക്ക് കയറുന്നതിന് മുന്നേ ചിലപ്പോൾ ഡോറിൻ്റെ സൈഡിലൊക്കെ കയറി ഇങ്ങനെ പിടിക്കും. അപ്പോൾ ചേർത്ത് ഡോർ അടച്ചു കഴിഞ്ഞാൽ വിരൽ അതിനകത്ത് ഡോറിൻ്റെ ഇടയ്ക്ക് പെട്ടിട്ട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്, വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ ചുരിദാറൊക്കെ ഇട്ടു പോകും. ചുരിദാറിൻ്റെ ഷോള് ഡോർ അടയ്ക്കുമ്പോഴത്തേന് വെളിയിലേക്ക് തൂങ്ങിക്കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാലും വെളിയിലുള്ള ടയറിലേക്ക് കയറി ചുറ്റി പിടിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാകും. അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ളവർ ഇത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, പലരും ചെയ്യുന്നതാണ്, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ സെക്കൻഡ് റോയിൽ കയറി ഇരുന്നു എന്നുള്ള ചിന്തയിൽ നമ്മൾ വാഹനം മുന്നോട്ടെടുക്കും. ഒരു പക്ഷെങ്കിൽ അവർ ഒരു കാലെടുത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ചേക്കുമായിരിക്കും, മറ്റേ കാല് റോഡിലായിരിക്കും. ഇങ്ങനെ ഉള്ള രീതിയിൽ പെട്ടെന്ന് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതും അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവ്വം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഡോറ് ലോക്ക് ചെയ്ത് കൃത്യമായിട്ട് ഡോറിൻ്റെ ലോക്ക് ഇട്ടു കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റിയിരുത്തി കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ ഒരു അപകടം അവിടെ ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മുടെ ചാനലിൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന തുടക്കക്കാരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും ഒക്കെ തീർച്ചയായിട്ടും നമ്മളെപ്പോലെ ഉള്ളവരെല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ, ഈ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം
നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ കുറേ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.